ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ജൂൺ 19 PN പണിക്കരുടെ ചരമദിനത്തോടനുബന്ധിച്ച് ഒരാഴ്ചക്കാലം നാം വായനാ വാരമായി ആഘോഷിച്ചു വരുന്നു. വായനയുടെ മഹത്വം ജനങ്ങളിലേക്ക് എത്തിച്ച ആ മഹാത്മാവിന്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കൈരളിയുടെ ഈ പരിപാടിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പരിപാടിയിൽ അവസരം തന്ന ഭാരവാഹികൾക്കും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞാൻ വായിച്ച പുസ്തകം കവയത്രി സുമംഗലയുടെ കുട്ടികളുടെ വാൽമീകി രാമായണം എന്ന ബാലസാഹിത്യ കൃതിയാണ്. അവരുടെ മറ്റു കൃതികൾ നെയ്പായസം, പഞ്ചതന്ത്രം, തത്ത പറഞ്ഞ കഥകൾ എന്നിവയാണ്. വാൽമീകി രാമായണത്തിന്റെയും അധ്യാത്മ രാമായണത്തിന്റെയും കഥകൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സൂര്യവംശത്തിലെ രാജാവായ ദശരഥ മഹാരാജാവിന്റെയും അദ്ദേഹത്തിന്റെ പത്നിമാരായ കൗസല്യ, കൈകേയി, സുമിത്ര മക്കളായ രാമലക്ഷ്മണന്മാർ, ഭരത ശത്രുഘ്നന്മാർ എന്നിവരുടെയും കഥയാണ് ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മക്കളില്ലാത്ത ദശരഥ മഹാരാജാവ് കുലഗുരുവായ വസിഷ്ഠ മുനിയുടെ നിർദ്ദേശപ്രകാരം പുത്രകാമേഷ്ടി കർമ്മം നടത്തുന്നു. തന്മൂലം രാജാവിന് 4 പുത്രന്മാർ ജനിക്കുന്നു. രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവരാണ് അവർ. കുട്ടികളുമായി സന്തോഷിച്ചു കഴിഞ്ഞ് കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. മഹർഷിമാരുടെ യാഗം തടസ്സപ്പെടുത്തുന്ന താടക, സുബാഹു തുടങ്ങിയ രാക്ഷസന്മാരെ വധിച്ച് യാഗത്തിന് സംരക്ഷണം നൽകുന്നു. വഴിയിൽ വെച്ച് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് നിരവധി ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഗൗതമ മുനിയുടെ ശാപം മൂലം കല്ലായി തീർന്ന അഹല്യയ്ക്ക് ശ്രീരാമൻ ശാപമോക്ഷം നൽകുന്നു. ഈ സന്ദർഭത്തിലാണ് മിഥിലാപുരിയിലെ ജനക മഹാരാജാവിന്റെ പുത്രി സീതയുടെ വിവാഹം വിളംബരം കേൾക്കാനിടയായത്. അദ്ഭുത ശക്തിയുള്ള ശിവധനുസ് പൊട്ടിച്ചവർക്ക് മാത്രമേ സീതയെ സ്വയംവരം കഴിക്കാൻ പറ്റുകയുള്ളൂ എന്നായിരുന്നു ജനക മഹാരാജാവിന്റെ തീരുമാനം. പരാക്രമണശാലികളായ രാജാക്കന്മാരെ തോൽപ്പിച്ച് ശ്രീരാമൻ ധനുസ് പൊട്ടിക്കുകയും സീതയെ സ്വയംവരം കഴിക്കുകയും ചെയ്യുന്നു. രാജാവിന്റെ മറ്റു പുത്രിമാരെ ഭരതൻ, ശത്രുഘ്നൻ, ലക്ഷ്മണൻ എന്നിവരും വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞ് ശേഷം അവർ അയോധ്യയിലേക്ക് മടങ്ങുന്ന വഴി പരശുരാമന് തടയുന്നു. പരശുരാമനുമായുള്ള ഏറ്റുമുട്ടലിൽ ശ്രീരാമൻ ജയിക്കുകയും പരശുരാമന് ശ്രീരാമൻ ആരെന്ന് മനസ്സിലാക്കാനുള്ള അവസരം കൊടുത്തു. അയോധ്യയിൽ മടങ്ങിയെത്തിയ ദശരഥ രാജാവ് മക്കളും മരുമക്കളുമായി സസന്തോഷം ജീവിച്ചു പോന്നു. മൂത്തപുത്രനായ രാമനെ രാജാവായി വാഴിക്കാൻ തീരുമാനിക്കുന്നു. ഇതറിഞ്ഞ കൈകേയി മന്ധരയുടെ ഏഷണി കേട്ട് അഭിഷേകം മുടക്കുന്നു. മാത്രമല്ല, പണ്ട് രാജാവ് കൊടുക്കാമെന്ന് വാക്കു പറഞ്ഞ 2 വരം ചോദിക്കുന്നു. ഒന്ന്, തന്റെ പുത്രനായ ഭരതനെ യുവരാജാവായി വാഴിക്കണമെന്നും, രണ്ടാമത്തെ വരം രാമനെ 14 കൊല്ലം വനത്തിലേക്ക് അയക്കണമെന്നുമായിരുന്നു. സത്യസന്ധനായ രാജാവ് വരം കൊടുക്കാൻ നിർബന്ധിതനാകുന്നു. രാമവിയോഗത്താൽ അദ്ദേഹം ദുഃഖിതനാകുന്നു. രാമനെ പിരിയുന്നത് രാജാവിന് ആലോചിക്കാൻ കൂടി കഴിയാത്തതുമാണ്. പിതാവിന്റെ സത്യം പാലിക്കാൻ വേണ്ടി രാമൻ വനത്തിലേക്ക് പുറപ്പെടുന്നുണ്ട്. കൂടെ ലക്ഷ്മണനും സീതയും പുറപ്പെടുന്നു. ജനങ്ങളെല്ലാം ദുഃഖിതരാകുന്നു. രാമാഭിഷേകം മുടങ്ങുന്നു. ഈ സമയം ഭരത ശത്രുഘ്നന്മാർ കേകയ രാജ്യത്ത് പോയിരുന്നു. രാമനെ പിരിഞ്ഞ രാജാവ് ദുഃഖം സഹിക്കാനാകാതെ മടങ്ങുകയും ചെയ്യുന്നു. മരണവാർത്ത കേട്ട് തിരിച്ചെത്തിയ ഭരത ശത്രുഘ്നന്മാർ വളരെയധികം ദുഃഖിതരാകുന്നു. ഭരതനാകട്ടെ രാജാവാകാൻ സമ്മതിക്കുന്നുമില്ല. മാത്രമല്ല, തന്റെ മാതാവിനെ വെറുക്കുകയും ചെയ്യുന്നു. രാമനെ തിരിച്ചു കൊണ്ടുവരാൻ ഭരതനും സംഘവും കാട്ടിലേക്ക് പോകുന്നുണ്ട്. രാമൻ ഭരതനെ പറഞ്ഞു മനസ്സിലാക്കി അച്ഛന്റെ സത്യം പാലിക്കാൻ തയ്യാറാകുന്നു. രാമന്റെ പാദുകം സ്വീകരിച്ച് ഭരതൻ അയോധ്യയിൽ തിരിച്ചു വന്ന് രാജ്യഭരണം നടത്തുന്നു. രാമൻ വനത്തിൽ വച്ച് പല രാക്ഷസന്മാരെയും കൊല്ലുന്നുണ്ട്. മഹർഷിമാർക്ക് സമാധാനം നൽകുന്നു. ഒരു ദിവസം തങ്ങളെ സമീപിച്ച രാവണ സഹോദരിയായ
ശൂർപ്പണഖയെ കണ്ടുമുട്ടുന്നുണ്ട്. ശൂർപ്പണഖ രാമലക്ഷ്മണന്മാരെ മോഹിക്കുന്നു. എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കാത്ത ശൂർപ്പണഖയെ ലക്ഷ്മണൻ വിരൂപയാക്കുന്നുണ്ട്. ദുഃഖത്താൽ തന്നെ അഭയം പ്രാപിച്ച രാവണൻ സഹോദരിക്കു വേണ്ടി രാമനുമായി ഏറ്റുമുട്ടാൻ തീരുമാനിക്കുന്നു. അങ്ങനെ രാവണൻ സന്യാസി വേഷത്തിൽ വന്ന് സീതയെ അപഹരിക്കുന്നുണ്ട്. തുടർന്ന് രാമലക്ഷ്മണന്മാർ സീതയെ അന്വേഷിച്ചു നടക്കുന്നു. വഴിയിൽ വെച്ച് ജടായുവിനെ കാണുന്നുണ്ട്. രാവണൻ ലങ്കയിലേക്ക് സീതയെ കൊണ്ടുപോയ വിവരം അറിയിക്കുന്നു. രാമലക്ഷ്മണന്മാർ വനത്തിൽ വെച്ച് സുഗ്രീവനെയും ഹനുമാനെയും കാണുന്നുണ്ട്. സുഗ്രീവന്റെ ജ്യേഷ്ഠനായ ബാലിയെ കൊന്നാൽ അതിന് പകരമായി സീതയെ വീണ്ടെടുത്തു തരാമെന്ന് രാമന് വാക്കുകൊടുക്കുന്നു. തുടർന്നുണ്ടായ യുദ്ധത്തിൽ ബാലി മരിക്കുകയും സുഗ്രീവൻ കിഷ്കിന്ധയിലെ രാജാവാകുകയും ചെയ്യുന്നു. തുടർന്ന് സുഗ്രീവൻ, രാമഭക്തനായ ഹനുമാൻ, മറ്റു വാനരന്മാർ എന്നിവരുടെ സഹായത്താൽ രാമൻ രാവണനെ വധിക്കുന്നു. സീതയെ വീണ്ടെടുക്കാൻ തയ്യാറാകുന്നു. രാമഭക്തനായ വിഭീഷണനെ ലങ്കയിലെ രാജാവാക്കുന്നു. 14 കൊല്ലത്തിനു ശേഷം അയോധ്യയിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. വാനരന്മാരും കൂടെ പോരുന്നു. ശ്രീരാമ പട്ടാഭിഷേകം നടക്കുന്നു. സഹോദരന്മാരുടെ സഹായത്തോടെ വളരെ നല്ല രീതിയിൽ രാജ്യം ഭരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് ജനങ്ങളുടെ അപവാദം കാരണം സീതയെ വനത്തിൽ ഉപേക്ഷിക്കുന്നത്. ഇതറിഞ്ഞ വാൽമീകി സീതയ്ക്ക് അഭയം കൊടുക്കുന്നു. വാൽമീകിയുടെ ആശ്രമത്തിൽ വെച്ച് സീത 2 പുത്രന്മാർക്ക് ജന്മം നൽകുന്നുണ്ട്. അവരുടെ പേര് ലവൻ, കുശൻ എന്നായിരുന്നു. വാൽമീകി കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസവും നൽകുന്നു. ഒരു ദിവസം തന്റെ രാജധാനിയിൽ വെച്ച് രാമകഥ പാടുന്ന കുട്ടികളെ രാമൻ തിരിച്ചറിയുകയുണ്ടായി. സീതയെയും മക്കളെയും സ്വീകരിക്കാൻ തയ്യാറാവുന്നു. വീണ്ടും തന്റെ പരിശുദ്ധി തെളിയിക്കാൻ രാമനാൽ സീത നിർബന്ധിതയാകുന്നുമുണ്ട്. ഈ സമയം സീത പരിശുദ്ധയാണെന്ന് തെളിയിച്ചുകൊണ്ട് ഭൂമിദേവി സീതയെയും കൊണ്ട് ഭൂമിയിലേക്ക് അപ്രത്യക്ഷമാകുന്നു. സീതയുടെ വേർപാട് സഹിക്കാനാകാതെ രാമൻ വിലപിക്കുന്നു. പിന്നീട് തന്റെ പുത്രന്മാരെ അയോധ്യയിലെ ഭരണം ഏൽപ്പിക്കുന്നു. ശ്രീരാമന്റെ അവതാര ഉദ്ദേശം അത് ദുഷ്ടജനങ്ങളെ നശിപ്പിക്കൽ. അവസാനിക്കുന്ന ഈ കാലഘട്ടത്തിൽ രാമൻ സഹോദരന്മാരുമായി ലക്ഷ്മണൻ, അനന്തനും ജീവത്യാഗം ചെയ്യുന്നു. ലക്ഷ്മണൻ, അനന്തനും ഭരതശത്രുഘ്നന്മാർ ഭഗവാന്റെ ശംഖുചക്രങ്ങളുമാണെന്നാണ് വിശ്വാസം. മൂല്യങ്ങൾക്ക് നാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വായനയിൽ കൂടി അത് വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. പുരാണ ഗ്രന്ഥങ്ങൾ ഇതിനൊരു വഴികാട്ടിയാകുന്നു. കവിയത്രിയുടെ ഈ പുസ്തകം കുട്ടികളിൽ സദ്ഗുണങ്ങൾ വളരാനും ധർമ്മബോധം ഉണ്ടാക്കാനും വളരെയധികം ഉപകരിക്കുന്നുണ്ട്. ദശരഥന്റെ സത്യം, ഹനുമാന്റെ ഭക്തി, രാമലക്ഷ്മണന്മാർ, ഭരതശത്രുഘ്നന്മാർ എന്നിവരുടെ സഹോദര സ്നേഹം, സീതയുടെ പാതിവൃത്യം, ജനങ്ങൾക്ക് ഭരണാധികാരിയോടുള്ള സ്നേഹ ബഹുമാനങ്ങൾ, ഗുരുശിഷ്യ ബന്ധം, സുഗ്രീവന്റെ മിത്രസ്നേഹം, വാനരന്മാരുടെ അർപ്പണബോധം മനോഭാവം, മാതൃസ്നേഹം തുടങ്ങിയവയെല്ലാം ഈ കൃതിയിലൂടെ കുട്ടികൾക്ക് മനസ്സിലാക്കിക്കാൻ കവിയത്രി കഴിഞ്ഞിട്ടുണ്ട്. വനത്തിലേക്ക് പോകുമ്പോൾ സുമിത്ര ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശം ഇന്നും പ്രസക്തമാണ്. ഈ പുസ്തകം എല്ലാവരും വായിച്ചേണ്ടിരിക്കുന്ന പുസ്തകമാണ്. ഇതോടുകൂടി എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.